ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ ഹത്രസ് ജില്ലയിൽ നടന്ന സ്റ്റാംപീഡ് ട്രാജഡി വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. ഇതാണ് 121 പേരാണ് മരണപ്പെട്ടത്. ഈ 121 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു മരണസംഖ്യ അല്ല. ഇനി ആ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം നിരവധി പേരാണ് ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ ഒരു അപകടത്തെ സ്വയം വരുത്തിവെച്ച അപകടം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് സംഭവിച്ചത്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു. ബന്ധപ്പെട്ട അധികാരികളുടെയും ആ ഒരു പ്രോഗ്രാം നടത്തിപ്പുകാരുടെയും അതുകൂടാതെ തന്നെ കുറെ മണ്ടന്മാരായിട്ടുള്ള പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ അപകടം. അങ്ങനെ പറയാൻ കുറെ കാരണങ്ങളുണ്ട്. ഇതൊരു റിലീജിയസ് ഇവന്റ് ആണ് എന്നാണ് പല ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു റിലീജിയസ് ഇവന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു റിലീജിയസ് ഇവന്റ് അല്ല. അതായത് ഞാൻ സ്വയം ദൈവമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സെൽഫ് മെയ്ഡ് അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റൈൽഡ് ഗോഡ്മാൻ, ദൈവപുരുഷൻ. കുറെ ദൈവപുരുഷന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഞാൻ ദൈവമാണ്, ദൈവത്തിന്റെ അവതാരമാണ്, ദൈവം എന്നിലൂടെയാണ് മെസ്സേജുകളെല്ലാം കൈമാറുന്നത് എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ സെൽഫ് സ്റ്റൈൽഡ് ആയിട്ടുള്ള ഗോഡ്മാന്മാരുണ്ട്, ദൈവപുരുഷന്മാർ. അത്തരത്തിലൊരു ദൈവപുരുഷൻ കണ്ടക്ട് ചെയ്തതായിരുന്നു ഇന്നലെ നടന്ന ആ ഒരു ഇവന്റ്. ഒരു പ്രെയർ ഇവന്റ് ആണ്. ഈ ദൈവപുരുഷന്റെ പേരാണ് ബോലെ ബാബ. അയാളുടെ ഫോളോവേഴ്സിന്റെ ഇടയിൽ അയാൾ അറിയപ്പെടുന്നത് ബോലെ ബാബ എന്നാണ്. അപ്പൊ ഇയാള് 26-ാം വയസ്സിൽ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ചിട്ട് ഈ ഒരു പ്രീച്ചിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ദൈവത്തിന്റെ വചനങ്ങളൊക്കെ പറയുന്നു എന്നുള്ള രീതിയിൽ പ്രീച്ചിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇയാളൊരു ഹിന്ദുവാണ്. ബോലെ ബാബ പേര് ഹിന്ദുവാണ്. അതെ, ഹിന്ദുവാണ്. അപ്പൊ ഇയാള് ദൈവത്തിന്റെ വചനങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ വലിയൊരു ദൈവം എന്നുള്ള രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആണ് ഇയാൾക്കുള്ളത്. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും രാജസ്ഥാനിലും ഡൽഹിയിലുമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇയാളെ ആരാധിക്കുന്നത്, ഇയാളെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇയാള് എല്ലാ ട്യൂസ്ഡേയും ഒക്കെ ഇയാൾ പ്രെയർ ഇവന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇന്നലെ ഹത്രസ് ജില്ലയിൽ കണ്ടക്ട് ചെയ്തൊരു പ്രെയർ ഇവന്റ് ആയിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു പ്രെയറിന് വേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലെയുള്ള പൊട്ടന്മാർ, ഇതുപോലെയുള്ള സ്വയം ദൈവങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ച് നടക്കുന്ന കുറെ കോമാളികളെ ഫോളോ ചെയ്യാനും ഒരുപാട് പൊട്ടന്മാരുണ്ട്. അറിവും വിവരവും ബുദ്ധിയും ഒന്നുമില്ലാത്ത കുറെ പൊട്ടന്മാർ, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അയാൾ കണ്ടക്ട് ചെയ്ത ആ ഒരു പ്രെയർ ഇവന്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു ഈ ഒരു തിക്കും തിരക്കും, ഈ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു പ്രദേശത്ത് ഒത്തുകൂടുകയാണ്. ഒരു വലിയൊരു ഗ്രൗണ്ടിൽ, ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ്, അവിടെ ഒത്തുകൂടുകയാണ്. അതിനുശേഷം ഈ ഒരു പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ഇവന്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. എന്തെങ്കിലും ആൾക്കാരെ പാനിക് ആക്കാനുള്ള എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായോ എന്നറിയില്ല. കണ്ടു നിന്നവരെല്ലാം പറയുന്നത് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ യാതൊരു രീതിയിലും സേഫ്റ്റി മെഷേഴ്സോ കൺട്രോളിംഗ് മെഷേഴ്സോ പ്രിക്വേഷൻസോ എടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടുമ്പോൾ ഇതൊരു പ്രൈവറ്റ് ഇവന്റ് ആയിരുന്നു, പബ്ലിക് ഇവന്റ് ആയിരുന്നു, ഒരു പ്രൈവറ്റ് ഇവന്റ് ആയിരുന്നു, പ്രൈവറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത ഒരു ഇവന്റ് ആണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ആ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ അവിടെ ഒരുപാട് നിയന്ത്രണ മാർഗങ്ങൾ വേണം, ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം, പ്രിക്വേഷൻസ് എടുക്കണം. പക്ഷെ അതൊന്നും ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല. ഇത്രയും ആൾക്കാരെ പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ പതുക്കെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടോ, ഒരു ക്യൂ ക്രിയേറ്റ് ചെയ്തിട്ടോ, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വെച്ചിട്ട് മറച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ സംവിധാനം വെച്ചിട്ടാണല്ലോ പുറത്തേക്ക് വിടുന്നത്. കുറെ വോളണ്ടിയേഴ്സ് ഉണ്ടാവണം, അവിടെ സെക്യൂരിറ്റികൾ ഉണ്ടാകണം. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഒറ്റയടിക്ക് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും ജനങ്ങൾ മരണപ്പെട്ടു പോയി. വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. സ്വയം മരണം ഇരുന്ന് വാങ്ങുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടോളൂ, ഇതാണ് സംഭവിച്ചത് ഇന്നലെ. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചത്? അധികാരികളെ കൃത്യമായിട്ട് നോക്കിയില്ല, കൃത്യമായിട്ട് നിരീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തു, അതിനങ്ങ് പെർമിഷൻ അങ്ങ് കൊടുത്തു. ബോലെ ബാബ വലിയ ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ്, അപ്പൊ പെർമിഷൻ അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പെർമിഷൻ കൊടുത്തു. ഇതിനെക്കുറിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ കളക്ടർ, പുള്ളിക്കാരൻ പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് ഇവന്റ് ആയതുകൊണ്ട് അകത്തെ സെക്യൂരിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പുറത്ത് റോഡുകളിലൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തു. അകത്തെ കാര്യങ്ങൾ അറിയില്ല. അകത്ത് ഈ സംഘാടകർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി കൃത്യമായില്ല. അതുകൊണ്ടുണ്ടായ ഒരു സംഭവമാണ്. അവർ കൈയൊഴിഞ്ഞു. പക്ഷെ അവർക്ക് കൈയൊഴിയാൻ പറ്റുമോ? പബ്ലിക് ഇവന്റ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ഇവന്റ് ആയിക്കോട്ടെ, ഇത്രയും ലക്ഷക്കണക്കിന് പബ്ലിക് ഒത്തുകൂടുന്ന ഒരു പരിപാടിയിൽ കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടോ, പ്രിക്വേഷൻസ് എടുത്തിട്ടുണ്ടോ, എന്തൊക്കെ സംവിധാനങ്ങളാണ് അവർ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ട് വേണം പെർമിഷൻ കൊടുക്കാൻ. അല്ലാതെ പെർമിഷൻ കൊടുക്കാൻ ഒരു ആൾക്കും അധികാരമില്ല. പ്രധാനമന്ത്രിക്ക് പോലും അധികാരമില്ല. പ്രധാനമന്ത്രി വന്ന് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിപ്പോ എത്ര വലിയ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായത് അധികാരികളെ അറിയിച്ചില്ല. ഈ ഒരു പ്രോഗ്രാമിന്റെ ആൾക്കാര്
അവരാദ്യം നോക്കിയത് ഇതിന്റെ തെളിവ് നശിപ്പിക്കാനാണ്. എന്നിട്ട് ഈ ബോലെ ബാബ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പേര് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഇത്രയും പേര് ചത്തു കിടക്കുമ്പോൾ പോലും അവരുടെയൊക്കെ സംഭവങ്ങളും ചെരുപ്പുകളും ഒക്കെ കൊണ്ടുപോയി മറച്ചു വെച്ച് തെളിവുകൾ നശിപ്പിക്കാനാണ് ഇതിന്റെ സംഘാടകർ നോക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ദൈവപുരുഷന്റെ ആൾക്കാർ തന്നെ കാണിച്ച പരിപാടിയാണ്. അപ്പൊ തന്നെ നിങ്ങൾ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളൊന്ന് മനസ്സിലാക്കുക, കണ്ണു തുറക്കുക. ഒരു ദൈവവും മനുഷ്യനിലൂടെ ഇനി മെസ്സേജുകൾ തരത്തില്ല. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയി. ദൈവങ്ങൾ ഒരിക്കലും മനുഷ്യരായിട്ട് ഭൂമിയിൽ പുനർജനിക്കത്തില്ല. പിന്നെ ഇങ്ങനെയുള്ള പൊട്ടന്മാരൊക്കെ പറയുമ്പോൾ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ പുറകെ പോകാതെ ഇരിക്കുക. അതുകൂടാതെ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു തിക്കിലും തിരക്കിലും പെടുന്ന സമയത്ത് മരണം ഉണ്ടാകുന്നത് അസ്ഫീസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മൂലമാണ്. കംപ്രസീവ് അസ്ഫീസിയ. ഈ തിക്കിലും തിരക്കിലും സമയത്ത് കംപ്രസീവ് അസ്ഫീസിയ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? മരണം സംഭവിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസ്ഫീസിയ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ, ഓക്സിജൻ ശരീരത്തിൽ ഇല്ലാതെയാകുക എന്നുള്ളതാണ്. അപ്പൊ കംപ്രസ് ചെയ്യുവാണ്. കാരണം തിക്കിലും തിരക്കിലും പെടുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഏരിയ, നമ്മുടെ അബ്ഡോമൻ ഏരിയ ഒക്കെ നന്നായിട്ട് കംപ്രസ് ചെയ്ത് നമ്മുടെ ചെസ്റ്റിലേക്കുള്ള ഓക്സിജൻ ചെല്ലാതെ ഇരുന്ന് ശരീരത്തിലുള്ള ഓക്സിജനും ബ്ലഡ് ഫ്ലോയും ഒക്കെ നഷ്ടപ്പെട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് അത് നയിക്കും. ഇങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് മെഡിക്കൽ ഫെസിലിറ്റി വരുന്നിടം വരെ നോക്കിയിരിക്കാതെ ബോധം കെട്ട് കിടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ മരണപ്പെട്ടതായിരിക്കണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ ഹാർട്ട് നിലച്ചതോ ശരീരത്തിൽ ഓക്സിജൻ ഇല്ലാത്ത കാരണത്താൽ ബോധമില്ലാതെ ആയി പോയതോ ആകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ ആരെങ്കിലും കിടക്കുന്നത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് CPR കൊടുക്കണം. ചെസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ചെസ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിലേക്ക് ബ്ലഡ് ഫ്ലോ പതുക്കെ പതുക്കെ വരും. അങ്ങനെ ഹാർട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ബ്ലഡ് ഫ്ലോ വരുന്ന സമയത്ത് എന്താണ്? പിന്നെന്ത് ചെയ്യണം? വായിലൂടെ മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കണം. ബ്രീത്ത് കൊടുക്കുമ്പോൾ ശരീരത്തിലേക്ക് ഓക്സിജൻ ചെല്ലും. അങ്ങനെ അയാളുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഈ അസ്ഫീസിയ സമയത്ത് നമുക്ക് ചെയ്യാൻ വരുന്ന CPR ഇതാണ്. നമ്മൾ പെട്ടെന്ന് ചെസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അയാളുടെ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ. അതിനുശേഷം മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. പിന്നെ ഇങ്ങനെ ഒരു വലിയ കൺസേർട്ടോ ഒരു പബ്ലിക് ഗ്യാതറിങ്ങിലോ ഒക്കെ പോകുമ്പോൾ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, ഇങ്ങനെയുള്ള പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, സേഫ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് കയറി ഇരിക്കുക, സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റാമ്പേഡ്, ഒരു തിക്കിലും തിരക്കിലും പെടുന്ന സമയത്ത് ഒരു വ്യക്തി ബോധം കെട്ട് പോവുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല. അയാളുടെ ഹാർട്ട് സ്റ്റോപ്പ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞതുകൊണ്ടോ ആകാം അയാൾ ബോധം കെട്ട് പോയതാകാം. അപ്പൊ എത്രയും പെട്ടെന്ന് അയാൾക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.